നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അടച്ചിട്ട വ്യോമാതിർത്തി തുറന്നു ഇറാൻ. 1000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയിലെത്തും. LDF മികച്ച വിജയം നേടും, മാറ്റം പ്രകടമെന്ന് എം സ്വരാജ്. MG രാജമാണിക്യം റവന്യൂ സെക്രട്ടറി. IAS തലപ്പത്ത് മാറ്റം. തെരുവുനായ ശല്യം. കണ്ണൂർ നഗരത്തിൽ 2 ദിവസത്തിനുള്ളിൽ 3 ഷെൽട്ടർ ഹോം സ്ഥാപിക്കും. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയെന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തും മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നല്ല വിജയ പ്രതീക്ഷയുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. LDF മികച്ച വിജയം നേടുമെന്നും നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ഉണ്ടായില്ല എന്നതാണ് അനുഭവം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ തെറ്റായ പ്രചരണത്തിന് ശ്രമം നടന്നപ്പോൾ അദ്ദേഹം തന്നെ വിശദീകരണം നൽകിയതാണ്. അതേ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ചരിത്രം വിശദീകരിച്ചു. അതോടെ ദുർവ്യാഖ്യാനം ചെയ്തവർക്ക് നിരാശയുണ്ടായിരിക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിൽ 74.35% പോളിംഗ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ 74.35% പോളിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വീറും വാശിയും പോളിംഗിലും പ്രകടമായി. മഴയിലും ആവേശം തണുത്തില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ്. ആദ്യ 2 മണിക്കൂർ 13.15% പേർക്ക് വോട്ട് ചെയ്തു. മഴ മാറിയതോടെ പോളിംഗ് കനത്തു. പകൽ 3-ന് 59.68 എന്നത് വൈകിട്ട് 5-ന് 70.76%. മിക്കയിടത്തും 6-ന് മുമ്പ് വോട്ടിംഗ് അവസാനിച്ചു. യന്ത്രത്തിന്റെ വേഗക്കുറവ് ചിലയിടങ്ങളിൽ പോളിംഗ് വൈകിച്ചു. വോട്ടെണ്ണൽ 23-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 14 EVM കൗണ്ടിംഗ് ടേബിളുകളും 5 പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ടിംഗ് കൗണ്ടിംഗ് ടേബിളുകളും സജ്ജീകരിക്കും. 21 വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ, 7 ARമാരും ഉൾപ്പെടെ 91 കൗണ്ടിംഗ് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി 8 പേർ വീതമുള്ള 32 ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. ഗവർണറുടെ അധികാരവും കടമയും എന്തൊക്കെയാണെന്ന് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. അത് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ പിന്തുണയും സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുൻഗണന നൽകുകയും ചെയ്യും. രാജ്യത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ മുറിച്ച് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗവർണർമാരുടെ ഭരണഘടനാ അധികാരങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ ഈ കാര്യം പ്രത്യേകം തന്നെ ഉൾപ്പെടുത്തും. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം വാല്യത്തിലും ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന വേളയിലും ഈ വിഷയം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട വ്യോമാതിർത്തി ഇന്ത്യക്കാർക്കായി തുറന്നുകൊടുത്ത ഇറാൻ. സംഘർഷ ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അടുത്ത 2 ദിവസങ്ങളിൽ ഡൽഹിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ വിമാനം ഇന്ന് രാത്രി 11 മണിക്ക് ഡൽഹിയിലെത്തും. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ ശനിയാഴ്ച രാവിലെയും വൈകുന്നേരവുമായി എത്തും. ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണെന്നും 4000-ലധികം ഇന്ത്യക്കാർ ഇറാനിൽ താമസിക്കുന്നുണ്ട്. അവരിൽ പകുതിയും വിദ്യാർത്ഥികളാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ആഴ്ച ആദ്യ വടക്കൻ ഇറാനിൽ നിന്നും 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയ വഴി ഇന്ത്യയിൽ എത്തിച്ചിരുന്നു. വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിൻ മെഗാ തൊഴിൽ മേള നാളെ. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായ മെഗാ തൊഴിൽ മേള ധർമ്മശാല കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ശനിയാഴ്ച നടക്കും. 150-ലധികം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 445 തൊഴിൽ വിഭാഗങ്ങളിലായി 35,000-ലധികം തൊഴിലുകളുണ്ട്. ഒരാൾക്ക് 5 തസ്തികയിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാൻ വിപുലമായ ക്രമീകരണം തൊഴിൽ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന 93 തൊഴിൽ വിഭാഗവും 3587 ഒഴിവുമുണ്ട്. IT യോഗ്യതയുള്ളവർക്ക് 40 തസ്തികകളിലായി 12,548 ഒഴിവും, സാങ്കേതിക ഡിപ്ലോമ നേടിയവർക്ക് 64 വിഭാഗത്തിലായി 6,500-ലധികം ഒഴിവുമുണ്ട്. തിരക്ക് ഒഴിവാക്കാൻ ബ്ലോക്ക് നഗരസഭ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾ 4 ടൈം സ്ലോട്ടുകളിലാണ് എത്തേണ്ടത്. ഈ സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ
രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നും ടോക്കൺ കൈപ്പറ്റണം. ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ അടിസ്ഥാനത്തിൽ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 8-നും 10-നും ഇടയിൽ തളിപ്പറമ്പ്, എടക്കാട്, പയ്യന്നൂർ ബ്ലോക്ക് നിന്നുമുള്ളവരും 10-നും 10:30-നും ഇടയിൽ തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ, ഇരിക്കൂർ ബ്ലോക്കിൽ നിന്നുള്ളവരും 11:30-നും 12-നും ഇടയിൽ ഇരിട്ടി, പേരാവൂർ, കല്യാശ്ശേരി, കണ്ണൂർ ബ്ലോക്കുകളിൽ നിന്നുള്ളവരും 12 മുതൽ വിവിധ നഗരസഭ പരിധിയിലുള്ളവരാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഈ സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്നും ടോക്കൺ കൈപ്പറ്റണം. മേള രാവിലെ 10-ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. MV ഗോവിന്ദൻ MLA അധ്യക്ഷനാകും. രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ അതിഥിയാകും. അംഗനവാടികൾക്ക് കിടക്കകൾ വിതരണം ചെയ്തു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ അംഗനവാടികൾക്കുള്ള കിടക്ക വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മൊടക്കായി രശ്മി അംഗനവാടിയിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA നിർവഹിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 13 അംഗനവാടികൾക്കുള്ള കിടക്കകൾ പരിപാടിയിൽ വിതരണം ചെയ്തു. MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മണ്ഡലത്തിലെ 268 അംഗനവാടികളിലേക്ക് 657 കിടക്കകൾ അനുവദിച്ചിട്ടുള്ളത്. 5 കുട്ടികൾക്ക് 1 കിടക്ക എന്ന നിലയിലാണ് കിടക്കകൾ വിതരണം ചെയ്തത്. കാർഫെഡാണ് കിടക്കകൾ നിർമ്മിച്ചു നൽകിയത്. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ അധ്യക്ഷയായി. വാർഡംഗങ്ങളായ MP ഷബിന, NK സുലൈഖ, KT നസീർ, MP അഷ്റഫ്, MV മിഥുൻ, TC നസിയത്ത്, മുഫീദ തുടങ്ങിയവർ സംസാരിച്ചു. അംഗനവാടി പ്രവർത്തകർ, പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. MG രാജമാണിക്യത്തെ റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറിയായി നിയമിച്ചു. ഹൗസിംഗ്, റവന്യൂ, ഭക്ഷ്യവിതരണ, ഉപഭോക്തൃകാര്യ വകുപ്പുകളുടെ സെക്രട്ടറിയുടെ പൂർണ്ണ അധിക ചുമതലയും ചെയർമാൻ ഗുരുവായൂർ കൂടൽമാണിക്യം, ദേവസ്വങ്ങളുടെ കമ്മീഷണർ എന്നീ ചുമതലകളും ഉണ്ടാക്കും. ദേശീയ ആരോഗ്യ മിഷൻ സംസ്ഥാന ഡയറക്ടറായ ഡോക്ടർ വിനയ് ഗോയലിന് സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MDയുടെ പൂർണ്ണ അധിക ചുമതല നൽകി. പദ്ധതി നിർവഹണം, വിലയിരുത്തൽ, നിരീക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയും ഡയറക്ടറുമായ മുഹമ്മദ് ഷഫീഖിന് കേരള GST കമ്മീഷണറുടെ പൂർണ്ണ അധിക ചുമതല നൽകി. സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MD ആയിരുന്ന K ഹിമയെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ കമ്മീഷണറായി മാറ്റി നിയമിച്ചു. വായനാ മാസാചരണം, സാഹിത്യ സൃഷ്ടി പ്രസാധന പ്രഖ്യാപനം. കൂടാളി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ സാഹിത്യ സൃഷ്ടികൾ പ്രസാധനം ചെയ്യാനുള്ള പ്രഖ്യാപനവും വായനാ മാസാചരണത്തിനുള്ള തുടക്കവുമായി. ആലപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീകല ടീച്ചർ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് K സലാഹുദ്ദീൻ, മദർ PTA പ്രസിഡന്റ് KH സുഹൈല, A സീത, KK നൌഷാദ് എന്നിവർ സംസാരിച്ചു. SRG കൺവീനർ C മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.